ഹലോ ഗൈസ്, ഞങ്ങൾ വയനാട് പോയതിന്റെ സെക്കൻഡ് ഡേ ആട്ടോ. രാവിലെ എണീറ്റപ്പോ തന്നെ ഞാൻ കുറച്ച് നേരം നടക്കാനിറങ്ങി. എന്തൊക്കെയാ അവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് കാണണ്ടേ. കുട്ടിയോടെ കിടന്നിറങ്ങണോണ്ട് തന്നെ രാഗിൽ വന്നിട്ടില്ലേന്ന്. പോണ വഴി കൂടെ കഥ അവക്കാടും ഉണ്ട്. കുറച്ച് ദൂരം നടന്നപ്പോഴേക്ക് മനസ്സിലായത് എന്റെ ഫോണിൽ റീചാർജ് കഴിഞ്ഞു. എവിടെയെങ്കിലും പെട്ട ഓനെ വിളിക്കാൻ കഴിയൂലല്ലോ. പിന്നെ തിരിച്ച് നടന്ന് റിസോർട്ടിലെത്തിയപ്പോ ഇന്നലെ രാഗിൽ കുറെ ചോക്ലേറ്റ്സ് വാങ്ങി തന്നേന്നു. അതവിടെ ഇരുന്ന് തിന്നലുടങ്ങി. ഫ്രഷ് ആയി ഇറങ്ങിയപ്പോതാ നമ്മുടെ ബോച്ചയുടെ വണ്ടി കണ്ടു കേട്ടോ. അപ്പൊ ഞങ്ങളതൊന്ന് കാണാൻ വേണ്ടി അവിടെ നിർത്തി. അപ്പൊ കയറി നോക്കുമ്പോതാ അതിന്റെ ഉള്ളില് ബോച്ചയുടെയും സിൽവർ ജ്വല്ലേഴ്സ് നിന്നിട്ടുണ്ടേന്ന്. അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ ചൂരന്മല കാണാനായിട്ട് പോയി. ആദ്യം നമ്മൾ ആരെ കാണട്ടെ എന്ന് വിചാരിച്ച ഓരോ നമ്മളെ കണ്ടു പറഞ്ഞു അതൊന്നും കാട്ടൂലാന്ന്. പിന്നെ ഇത് മറക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ. വണ്ടി കുറച്ച് അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല ദാഹമായുണ്ട്. ഞങ്ങൾ കരിക്ക് കുടിച്ചിട്ട് പിന്നെയാണ് ഞങ്ങൾ ഈ വീടൊക്കെ കാണാൻ പോയത്. വീടൊക്കെ ഇങ്ങനെ കാണാൻ പോയപ്പോൾ രാഗിനോട് പറയുന്നത് നമുക്ക് വേഗം പോവാന്ന്. കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറ്. പോണ വഴിക്കൽ ചാമ്പയ്ക്കുള്ള ഒരു വീടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രാഗിലി അവിടെ നിന്ന് കുറേ ചാമ്പയ്ക്കൊക്കെ പറിച്ചു കൊടുന്നു കേട്ടോ. ഈ ഹൃദയഭൂമിയിലാട്ടോ അവരെല്ലാവരും മറവ് ചെയ്തത്. അപ്പോൾ അതും കൂടെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും ചിലർക്ക് പറ്റിയിട്ടില്ല. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഉപ്പിലിട്ട് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. ഇതിൽ ഈ ഒരു മാങ്ങ കൈ കിട്ടിയതേ ഓർമ്മയുള്ളൂ. ഒരൊറ്റ കടി പിന്നെ ഒരൊറ്റ ഏറ. എന്തായാലും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മാംഗോ വെച്ച്. അപ്പോൾ ഞങ്ങളത് കാണുമ്പോഴൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വടയും കൂടെ വാങ്ങി കഴിച്ചു. പിന്നെ ചെറിയൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ അവിടെ തന്നെ എടുത്തു. പിന്നെ അത് ചുട്ട കമ്പം തന്നെ പറയാൻ തോന്നുന്നതിന്. വഴിക്കടവ് എത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. മുസ്ഫല്ലയിൽ എന്നിട്ട് ഞങ്ങൾ കയറി. ഞാൻ വലിയ ആളായിട്ട് പെരി മതി എന്ന് പറഞ്ഞു. ഷവായും പറഞ്ഞിരുന്നു. എൻ്റെ ആണെങ്കിൽ ഒരു രസമില്ല കേട്ടോ. എൻ്റെ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ പോണപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് കയറി. അപ്പോൾ അന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.